എന്തോ പറയേണ്ടത്? നിങ്ങളല്ലേ ഇങ്ങോട്ട് പോകുന്ന പേരില്ലേ? നിങ്ങൾക്ക് എന്താ പ്രശ്നം? സ്ഥലം എവിടെയാണ്? ആലപ്പുഴ. എന്തിനാ? ആരും പറഞ്ഞു പറയാം, നിങ്ങൾക്ക് സംസാരിച്ച പോരെ. നമ്മൾ അങ്ങനെ സെലിബ്രിറ്റീസുകളെ കാണാൻ വേണ്ടി പുറകെ നടക്കുന്ന ആൾക്കാരല്ല പറഞ്ഞു. നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ, വലിയ 7K ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ. അത് നേരിട്ട് പരിചയപ്പെടാൻ ചെരുപ്പം നിൽക്കാൻ നമ്മളല്ലല്ലോ, നമ്മളെന്താ വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ. നിങ്ങളല്ലേ ഈ ഓരോ തവണ എല്ലാവർക്കും നമ്പർ കൊടുത്ത് വിളിപ്പിക്കുമ്പോ പറയുന്നത് നിന്നെ ആരറിയടാ, 10 പേരറിയോ 50 പേരറിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ നിങ്ങളല്ലേ? അല്ല, ഞങ്ങൾക്ക് പാവങ്ങൾ, നിങ്ങൾക്ക് വലിയ ആൾക്കാര്. ഞാൻ ആലപ്പുഴയിൽ പോകാറുണ്ട് അല്ലേ, കാണാൻ പരിചയപ്പെടാൻ. ഓ അല്ല, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. പക്ഷേ ഞാൻ അങ്ങനെ ഈ സെലിബ്രിറ്റീസുകളുടെ പുറകെ നടക്കാറില്ല. മോൻ പറ, മോൻ വിളിച്ച കാര്യം പറ. അല്ല, അവിടെ എനിക്ക് ആലപ്പുഴയിൽ അപ്പൊ പുള്ളി എടുത്ത് പറഞ്ഞ എവിടെയെന്ന് വന്നാൽ നമുക്ക് കാണാം, നേരിട്ട് പരിചയപ്പെടാനാണ്. എനിക്ക് നിങ്ങളെ പരിചയപ്പെടാൻ താല്പര്യമില്ല മിസ്റ്റർ. അല്ലെന്ന്, എനിക്ക് നിങ്ങളെ പരിചയപ്പെടാൻ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര കമ്പനി ചെയ്യുന്നേ? ഇവിടെ ഒളിച്ചിരിക്കുവല്ലോ, പബ്ലിക്കായിട്ടല്ലേ വന്നത്. എന്തുവാ റിപ്ലൈ തന്നേക്കുന്നത്? ഒളിച്ചിരിക്കുവാണെങ്കിൽ എനിക്ക് ഫേക്ക് ഐഡിക്കകത്ത് വിട്ടാ പോരെ. നിങ്ങൾ ആരെയായി പേടിപ്പിക്കുന്നത്? ഞാൻ ഇതില് സൈബറിന്റെ വർക്ക് ചെയ്യുന്ന ആളല്ലേ, അപ്പൊ എനിക്ക് എല്ലാ ഡീറ്റെയിലും കിട്ടും. നിങ്ങൾക്ക് പിന്നെ കിട്ടാത്ത ഡീറ്റെയിൽസ് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യേ? ഒന്നും ചെയ്യാനില്ല സാറേ, നേരിട്ട് കണ്ടെന്ന് കൈ തരാൻ വേണ്ടിയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടു പഠിക്കുമല്ലേ? നിങ്ങൾ കോപ്പി അടിക്കാൻ മിടുക്കനല്ലേ? അതുകൊണ്ടല്ലേ ബാക്കിയുള്ളവരെല്ലാവരെയും അനുകരിക്കുന്നത്. നല്ല ഞങ്ങളൊക്കെ പാവപ്പെട്ടവരാണ്, ചെരുപ്പൊക്കെ നക്കി നടക്കുന്നവരാണ്. ഞാൻ മര്യാദയ്ക്ക് നിങ്ങളുടെ ഞാൻ ചോദിച്ചു, ആദില നൂറ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താ? ഇപ്പോഴും നിങ്ങളത് പറയുന്നില്ലല്ലോ. എന്നാ അത് പറ. അതാ നമുക്ക് കാര്യത്തിലേക്ക് വരാം. പറ. റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു മൂന്നാലഞ്ച് പണി അവിടുന്ന് ഇവിടുന്ന് കിട്ടിയതിന്റെ പേര് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അല്ല, അതുകൊണ്ടായിരിക്കാം വിളിച്ചിട്ട് എന്തുവാ കഴിഞ്ഞോണ കഴിഞ്ഞോണ ഒരു 7 ലൈക്കുള്ള ഒരു കമന്റ് ഇട്ട പയ്യനെ വിളിച്ച് നിങ്ങൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ കേട്ടതാണ് മിസ്റ്റർ. കേട്ടാ? ഞാൻ ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റാ. അപ്പൊ പണി തന്നാലും പണി കിട്ടൂല. ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരില്ലേ, അപ്പൊ പരിചയപ്പെടാൻ വേണ്ടിയാ. ഓ, നിങ്ങളിപ്പോ വിളിച്ചതിന്റെ കാര്യം പറ. ഫോൺ നമ്പർ മേടിക്കാനാണോ ഇത്ര നേരം വെച്ചോണ്ടിരിക്കുന്നത്? നാട്ടുകാർ തെറിഞ്ഞല്ലേ? തെറി പറയാനുള്ള സാധനം ഇട്ട് വന്ന ആൾക്കാർ തെറി പറയും. നിങ്ങൾ ആരാ? വിമർശനാതീതം വല്ലതാണോ? നിങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്ന് വല്ല എഴുതി വെച്ചിട്ടുണ്ടോ എവിടെങ്കിലും? കാര്യം പറയാം. നിങ്ങൾ എന്താ നിങ്ങൾക്ക് വല്ല പറയാനാണെങ്കിൽ പറഞ്ഞിട്ട് പോകും. നിങ്ങളോട് ഞാൻ അല്ല നിങ്ങളെ ഓക്കെ അല്ല സാറേ, സാറിനോട് ഞാൻ മാന്യമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ആദില നൂറ വിഷയത്തിൽ നിങ്ങൾ അയ്യോ, നിങ്ങള് വലിയ ആൾക്കാരെ. നിങ്ങളെ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. വീണ്ടും ഞാൻ അത് തന്നെ എടുത്തെടുത്ത് ചോദിക്കുക. ആദില നൂറ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഞാൻ തന്നെ ഞാൻ പറയാം. ആദ്യം പോസിറ്റിവിറ്റി കണ്ടുപിടിച്ച് ജീവിക്കും. ശബ്ദം സ്വന്തമായിട്ട് എടുത്ത് വളരുന്നതിന്റെ കാര്യമാണ് ഈ പറയുന്നത്. നീ എന്നെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യണ്ടല്ലോ, എന്റെ ആരാധകനാണല്ലോ. അയ്യോ, അത്രയ്ക്ക് ഗതികേടില്ല മോനെ. അപ്പൊ നമുക്ക് കാണാൻ എന്തായാലും ആലപ്പുഴയിൽ വരൂലേ? വിളിച്ചാ വരൂലേ? എവിടെ? നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി വെച്ചിരുന്നു. അയ്യോ, ഒരു ചായ കുടിക്കാനുള്ള കാശൊക്കെ എന്റെ ഉണ്ട് മോനെ. ഈ മറ്റേ ഓശാരം സ്വീകരിക്കുന്ന പതിവ് നമുക്കില്ല, അതറിയത്തില്ലേ? അത് നിങ്ങൾ വല്ല അതെ ഈ ആൾക്കാരെ ഈ കാശുള്ളവരെ സൂചിപ്പിച്ച് നിൽക്കുന്ന സിനിമാക്കാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാ. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ആ പരിപാടി സ്വന്തം. ഇതാണ് നിങ്ങളുടെ കോമഡിക്ക് നിങ്ങൾ തന്നെ ചിരിക്കത്തുള്ളൂ, വേറെ ആരും ചിരിക്കുന്നില്ല. അതുകൊണ്ടാണ് വളർന്നു പോയത്. എവിടെ വരെ വളർന്നു പോയത്? നിങ്ങൾ ഈ വളർച്ച എന്നൊക്കെ വിഷയിക്കുന്ന എന്താ? ഫോളോവേഴ്സിന്റെ എണ്ണമാണോ? അല്ലെന്ന് മോനെ അയ്യോ, സിനിമ എന്താ ഇത്ര വലിയ പൊണ്ണക്കാര്യമാണോ? സിനിമ ഒരു എന്റർടൈൻമെന്റ് സാധനം മാത്രമാണ്. അതൊരു വലിയ സംഭവം ഒന്നും അല്ല.